മാനവദാസിന് വന്ദനം. എൻ്റെ പേര് അസ്ലഹ. ഞാൻ സെക്കൻഡ് ബിയിൽ പഠിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും അതിലേറെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. പണ്ഡിറ്റ് മോട്ടിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചെങ്കോട്ടയിൽ ആദ്യമായി സ്വർണ്ണ പതാക പാറിച്ചതും നെഹ്റുവാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു ചാച്ചാജി. കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്നു നെഹ്റു. അവരുടെ ഭാവിക്കായി കരുതലോടെ പ്രവർത്തിച്ച വ്യക്തി കൂടെയാണ് ഇദ്ദേഹം. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഇദ്ദേഹം ശ്രമിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തുക എന്നത്. 1964 മെയ് 27 നെഹ്റു നമ്മെ വിട്ട് പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 74ാമത്തെ വയസ്സിൽ കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്, അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാനെന്ന് പറഞ്ഞ് നെഹ്റുവിൻ്റെ വാക്ക് നമുക്ക് ഓർക്കാം. കുട്ടികളെ കണ്ടാൽ അവയെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന ചാച്ചാജിയുടെ ഓർമ്മകളുമായി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.